Hi, hello. My name is Dr. Adya Keshav and I'm a psychologist. നമ്മളിപ്പോൾ ടി വി നോക്കിക്കഴിഞ്ഞാൽ ധാരാളം വാർത്തകൾ കേൾക്കാറുണ്ട് അല്ലേ? പല പ്രശ്നങ്ങൾ പല ഫാമിലീസിലും നടക്കുന്നതും ഒക്കെ ആയിട്ട്. എന്നാൽ മിക്ക ഫാമിലീസിലും 2 പാരൻസും വർക്കിംഗ് ആയിരിക്കും. അതേപോലെ തന്നെ സിംഗിൾ പാരൻസിൻ്റെ എണ്ണവും കൂടി വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഹാപ്പിയാണോ, സെക്യൂർ ഫീലിങ്ങിലാണോ അവർ വളരുന്നത് എന്നറിയാം. കുറച്ച് നേരം അവരുമായിട്ടൊന്ന് സ്പെൻഡ് ചെയ്താൽ മതി. അത് കുറച്ചും കൂടെ അവരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യം 1-2 പേപ്പേഴ്സും ക്രയോൺസും ഒക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈസിലി പോസിബിൾ. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, എപ്പോഴാണ് ലാസ്റ്റ് ടൈം നിങ്ങൾ കുഞ്ഞുങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ആർ യു ഫീലിംഗ് ഹാപ്പി ഓർ ഹൂ മേക്സ് യു ഹാപ്പി? പലപ്പോഴും നമ്മുടെ ഒരു ധാരണയുണ്ട് അവർക്കെന്താ സ്ട്രെസ് ഉള്ളത്, അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. പക്ഷെ അവർക്കും ഓരോ ഏജിലും ഓരോ രീതിയിലായിരിക്കും അവരെ കാര്യങ്ങൾ അലട്ടുന്നത്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ പലപ്പോഴും അവർ ആദ്യം പറയുന്നത് ആരാണോ ഇമ്മീഡിയറ്റ് കെയർ ഗീവർ അവരുടെ പേരായിരിക്കും അല്ലേ. അതിനോടൊപ്പം നമുക്ക് ആരെയൊക്കെയാണ് നമ്മുടെ ആ ഒരു സേഫ് സർക്കിളിലേക്ക് ഉൾപ്പെടുത്താവുന്നത് എന്നുള്ളതും കുഞ്ഞുങ്ങളോട് തന്നെ ചോദിച്ചറിയാൻ നോക്കുക. സോ ഒരു പേപ്പർ എടുക്കുക, കുറച്ച് ക്രയോൺസ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വർക്ക് ഷീറ്റ് എടുക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് പീപ്പിൾ ഹു കെയർ ഫോർ അസ്, ആരാണ് കുഞ്ഞിന് തോന്നുന്നത് നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അവരോട് നമുക്ക് അവരുടെ ഫോട്ടോഗ്രാഫ്സ് കൊടുക്കാം. നമുക്കറിയാലോ അല്ലേ, നമ്മുടെ സേഫ് സർക്കിളിൽ അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്ന ആരൊക്കെയാണ്, അവരുടെയൊക്കെ ഫോട്ടോസ് നമുക്ക് എടുത്ത് താഴെ വെക്കാവുന്നതാണ്. അതിനുശേഷം കുഞ്ഞിനോട് പറയുക, സ്റ്റിക്ക് ചെയ്യൂ അല്ലെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യൂ ആരൊക്കെയാണ് നമ്മളെ കെയർ ചെയ്യുന്നത് എന്നുള്ളത്. അതിനുശേഷം എന്താണ് കുഞ്ഞ് കെയറിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ കുഞ്ഞിന് ഒരു സേഫ് റിലേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കോൺസെപ്റ്റ് ആണ് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്നുള്ളതും കുഞ്ഞിനോട് തന്നെ ചോദിച്ചറിയാം. വൈ ഡു യു തിങ്ക് ദാറ്റ് ദേ ആർ സ്പെഷ്യൽ ടു യു ഓർ വാട്ട് മേക്സ് ദം സ്പെഷ്യൽ എന്നുള്ളൊരു ചോദ്യം അവരോട് ചോദിക്കുക. അതിനുശേഷം അവർ പറയും, മേ ബി എനിക്ക് നന്നായിട്ട് അവർ ഫുഡ് തരുന്നുണ്ട്, എൻ്റെ കൂടെ കളിക്കുന്നുണ്ട്, പല കാരണങ്ങളായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കുഞ്ഞ് ഏത് തരത്തിലാണ് അവരുടെ ഒരു സ്പെഷ്യൽ സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ആൻഡ് whom do you think are the special people that you have? അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ അഭാവത്തിൽ കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് ആരാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. സോ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ആരെയാണ് അവർക്ക് ഇഷ്ടമില്ലാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് അവരെ ഇഷ്ടമില്ലാത്തത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതും. സോ വൈ യു ഡോണ്ട് ലൈക്ക് ദം ഓർ വൈ ഡു യു തിങ്ക് യു ഡോണ്ട് വോണ്ട് ടു ബി വിത്ത് ദം, ഇത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ആ ഒരു സേഫ് സർക്കിൾ ആരൊക്കെയാണ്, കുഞ്ഞിന് ഇഷ്ടമില്ലാത്തവർ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനനുസരിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സേഫ് നെറ്റ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. സോ ട്രൈ ദിസ് ഔട്ട് ആൻഡ് ലെറ്റ് മീ നോ ഹൗ ഇറ്റ് വർക്ക്സ്. ഈ വർക്ക് ഷീറ്റ്സിൻ്റെ ഒക്കെ കോപ്പി ഞാൻ ഇതിൽ ലിങ്ക് ആയിട്ട് കൊടുത്തേക്കാം. സോ ഇഫ് യു വാണ്ട് യു ക്യാൻ ഡൗൺലോഡ് ദം ആൻഡ് യൂസ്.